ഇ.ടി. മുഹമ്മദ് ബഷീർ, ഇപ്പോൾ ഇന്നുകൂടി ഇതാ AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അദ്ദേഹവും പറയുന്നുണ്ട് ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ട്, അവകാശമുണ്ട് എന്ന്. ചർച്ചകൾ നടക്കട്ടെ എന്ന്. ചർച്ചകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ഈ പ്രശ്നം കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ ചർച്ച നടക്കട്ടെ. തീരുമാനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ധാരണയുണ്ട്. ആ തീരുമാനം ഇല്ലാതെ പറ്റില്ല. ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് നിലപാട് മാറ്റില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം അതാണ്. പക്ഷെ സെറ്റ് ആവുകയാണെങ്കിൽ വി ആർ ക്വൈറ്റ് ഹാപ്പി. നല്ലതാണ്. നാളെ ഇപ്പം നിർണായകമായ ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ ലീഗ് പങ്കെടുക്കുമോ? പങ്കെടുക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പം പറഞ്ഞോളൂ. അതെ, നമ്മൾ UDFന്റെ യോഗത്തിൽ പങ്കെടുക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇനിയിപ്പോൾ അത് വല്ല ചേഞ്ച് വന്നോന്നല്ല, ഞാനവിടെ എല്ലാം പുറത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ എടുത്തത് പങ്കെടുക്കണമെന്നും ഞങ്ങൾ ആവശ്യം ശക്തിയായിട്ട് ഉന്നയിക്കണമെന്നും അക്കാര്യത്തിൽ മാറ്റമില്ലെന്നുള്ള വിവരം കോൺഗ്രസിനെ അടക്കം എല്ലാവരെയും അറിയിക്കണമെന്നും തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നത്. അത് മാറ്റമില്ല. അഥവാ ഇപ്പം സിറ്റിംഗ് MP-മാർക്ക് തന്നെ സീറ്റ് നൽകാൻ അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് ഏതാണ് ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ? അല്ല, അതിലേക്ക് ഡിസ്കഷൻ വന്നിട്ടേ പറ്റുള്ളൂ. ഇൻ പ്രിൻസിപ്പൾ അംഗീകരിച്ചതിന് ശേഷം കോൺഗ്രസുമായിട്ട് കൂടി സംസാരിച്ച് അത് നമുക്ക് കൂടി കുറച്ചുകൂടിയും കുറെ കൂടി നല്ല സീറ്റ് ഏതാണോ ആ സീറ്റ് അത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ തോന്നിക്കുന്നത്. നമ്പർ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടുതൽ പറ്റുന്ന ധാരണ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുണ്ടാവില്ല. ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ, ഇപ്പം നമ്മൾ ഈ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ പകരം ഒരു രാജ്യസഭാ സീറ്റ് അങ്ങനെ ഒരു ഫോർമുല പരിഗണിക്കുന്നുണ്ടോ ലീഗ്? ഇല്ല, ഞങ്ങളുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു ഫോർമുലയൊന്നും വന്നില്ല. അങ്ങനെ ഒരു ഫോർമുല പരിഗണിക്കുന്നേ ഇല്ല. 3-ാം സീറ്റ് തന്നെ അത് നമുക്ക് തീർത്ത് പറയുന്നില്ല. നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനം 3 സീറ്റ് പാർലമെന്റ് സീറ്റ് എന്നുള്ളതാണ്. മറ്റ് പ്രപ്പോസൽ ഞങ്ങളുടെ മുമ്പാകെ ഇല്ല. അതിനെപ്പറ്റി മാത്രമല്ല, അങ്ങനെ വന്നാൽ എന്തെന്നുള്ളതും ആലോചിച്ചിട്ടേ പറയാനൊക്കൂ. എനിക്ക് ഒറ്റയ്ക്ക് പറയാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ആവർത്തിച്ച് അവകാശമുണ്ട്, അർഹതയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എല്ലാ തവണയും നമ്മൾ കേൾക്കുന്ന പല്ലവിയാണല്ലോ ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ. പക്ഷേ എപ്പോഴും ഈ ചർച്ചകളിൽ അവസാനം പറ്റാത്തൊരു സാഹചര്യമാണ്. ആ കോൺഗ്രസിന്റെ സാഹചര്യം നിങ്ങൾ ലീഗ് മനസ്സിലാക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഉണ്ടാകാറ്. ഇത്തവണയും അങ്ങനെ സംഭവിച്ചാൽ എന്ത്? അങ്ങനെയല്ല, ആ എക്സ്റ്റെൻഡിലേക്ക് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് തൊട്ട് മുമ്പ് ശ്രീ വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ലീഗ് ഈ ഇഷ്യൂ സംസാരിക്കാനിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് സംഭവിച്ചില്ലെങ്കിൽ ഇന്നത് എന്നുള്ളത് ഇപ്പൊ പറയുന്നത് ആരോഗ്യകരമായ ചർച്ചക്ക് വിഘാതമായിരിക്കുന്നു തോന്നുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒരു ഘട്ടത്തിൽ പോലും അത് പരിഗണിക്കാം. നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ 3-ാം സീറ്റിൽ ഒരു ചർച്ചയാകാമെന്ന് ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതല്ല, അതിപ്പോ നോക്കട്ടെ. ഏതായിരുന്നാലും ഇപ്പോ ഒരു കാര്യം വ്യക്തമാണല്ലോ. 1-2 ദിവസത്തിനുള്ളിൽ തീരുമാനം വന്നല്ലേ പറ്റുള്ളൂ. അല്ലാതെ നോക്കിക്കൊണ്ടാൽ ഒക്കില്ലല്ലോ. അപ്പൊ പിന്നെ അത് നമ്മൾ ഒരു കമന്റ് നമ്മൾ പറഞ്ഞിട്ട് സിറ്റുവേഷൻ നമ്മൾ എന്തിനാ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ വേണ്ടാത്ത ആ ചോദ്യത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നില്ലെങ്കിൽ എന്തെന്നുള്ള ചോദ്യത്തിലുള്ള മറുപടി ഇപ്പൊ പറയാത്തതിന്റെ കാരണം വെച്ചാൽ താങ്കൾ പറഞ്ഞ പോലെ 2-3 ദിവസത്തിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണമല്ലോ. അപ്പം സ്വാഭാവികമായും ലീഗിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാകുമല്ലോ. നിങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ വടകര അല്ലെങ്കിൽ കണ്ണൂര് ലീഗിന് കിട്ടേണ്ട മണ്ഡലമാണ് അല്ലെങ്കിൽ സീറ്റാണ് എന്നുള്ള വലിയ രീതിയിലുള്ള ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡിമാൻഡ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് നടപ്പായില്ലെങ്കിൽ എന്ത് എന്നുള്ളത് കൂടി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലേ? അല്ല, അതെല്ലാം അതറിയോ, ഒരു പ്രോസസ് നമ്മൾ ഇതെന്തായാലും നടക്കില്ല എന്ന് കോൺഗ്രസ് തീർത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ അംഗീകരിക്കില്ല. പിന്നെയുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടി കൂടി ആലോചിച്ചിട്ട് എടുക്കേണ്ട സ്ട്രാറ്റജി അപ്പം എടുക്കുന്നല്ലാതെ അങ്ങനെ ഇപ്പം പറയുമ്പോൾ ഇപ്പം നടന്നു പോകാനിരിക്കുന്ന ചർച്ച അത് നമ്മളെ കൊണ്ട് സങ്കീർണമായി എന്നുള്ള സംഗതി വന്നുകൂടാ. ചർച്ച പ്രോഗ്രസ് ഉണ്ടാവുന്ന ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചു. കോൺഗ്രസ് ഒട്ടങ്ങൾ തന്നെ പറയുന്നുണ്ട് അർഹതയൊക്കെ ഉണ്ട്. അത് ചർച്ച തൊടുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മറിച്ചൊന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മറിച്ച് പറഞ്ഞാലുണ്ടാകുന്നത്
കൂടുതൽ നമ്മളിത് വർത്തമാനം കൊണ്ട് ആ ചർച്ചയുടെ സുഗമമായിട്ടുള്ള പോക്ക് സങ്കീർണമായി തീരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അക്കാര്യത്തിൽ ഇപ്പൊ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റ് സംഗതികൾ എന്താണെന്ന് അതിന് ശേഷമേ തീരുമാനിക്കും. അതിപ്പോ നമ്മൾ പറയുമ്പോൾ അത് ചർച്ചയുടെ മുന്നോട്ടുള്ള പോക്കിന് അഭംഗിയായി തീരുന്നുള്ള ഒരു സമീപനം കൊണ്ടാണ് പറയാത്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ ടി മുഹമ്മദ് ബഷീർ സംസാരിച്ചു.